അപ്പം ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല. ഞാൻ ദേവിയോട് ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, എനിക്ക് സ്നേഹം തരണേ അമ്മേ എന്ന് പറഞ്ഞു. എനിക്ക് സ്നേഹം എത്ര കിട്ടിയാലും മതിയാവാത്ത ആളാണ്, എന്നെ സ്നേഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ സ്നേഹം എനിക്ക് ഒരുപാട് വേണം എന്ന് പറഞ്ഞ് യാചിച്ചിട്ട് പോയി. ഇനിയും എനിക്ക് വരാൻ പറ്റണേ എന്നും പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ ഇതുവരെ ഒരു അമ്പലത്തിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്നേഹം ചോദിക്കാനാണ് തോന്നിയത്. അങ്ങനെ സ്നേഹം ചോദിച്ചു. ശ്രീലകം വിട്ടു പുറത്തു വന്നിടുമോ, ശ്രീയൊത്ത പുഞ്ചിരി നീ തൂകിടുമോ, തങ്കമേ ബാലഭദ്രേ, തങ്കമേ തേൻമൊഴിയേ, ശ്രീലകം വിട്ടു പുറത്തു വന്നിടുകിൽ. അമ്മയോട് നമുക്ക് സ്നേഹം തുളുമ്പുന്ന ആ ഒരു വരികൾ അത് ഉഷ സ്വയം രചിച്ചതാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്ങനെയായിരുന്നു ആ ഒരു രചനയുടെ പിന്നിലുള്ള ആ ഒരു ഉദ്ദേശം? ഞാൻ പാട്ട് എഴുതുന്ന ആളോ പാടുന്ന ആളോ ഒന്നുമല്ല. അമ്മയുടെ നടയിൽ വന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ വന്നപ്പം അമ്മയെക്കുറിച്ച് പാടാനായിട്ട് വരികളിങ്ങനെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു പാട്ട് എഴുതി എന്ന് പറഞ്ഞാൽ അമ്മ എഴുതിച്ചു. അതാണ് സംഭവം, സത്യം അതാണ്. അപ്പോൾ അങ്ങനെ ഞാനതിവിടെ വന്ന് പാടി. എനിക്കെന്തോ ഒരു നമുക്ക് പബ്ലിക്കായിട്ട് ആളുകളുടെ മുമ്പിൽ നിന്ന് പാടാൻ പാട്ടോ ശ്രുതിയോ താളമോ ഒന്നും അറിയില്ല, പാട്ട് പഠിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ പാടുക എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, ഭയാനകമായ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംസാരിക്കാം, പക്ഷേ പാടാൻ എനിക്ക് ഭയമാണ്. പക്ഷേ ഈ നടയിൽ വന്നപ്പോൾ ഞാൻ എഴുതിയ പാട്ട് എനിക്ക് വളരെ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ, ആ സമയത്ത് എനിക്ക് മറ്റൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അമ്മയാണ് എൻ്റെ പാട്ട് കേൾക്കുന്നത്, അമ്മയാണ് വിലയിരുത്തുന്നതാണ്, വേറെ ആരും അത് കേൾക്കുന്നില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ ഞാൻ പാടി. അമ്മ സംസാരിക്കാറുണ്ടോ ഈ പാടി നിൽക്കുന്ന സമയത്ത്? ഉഷയുടെ മനസ്സിൽ അമ്മ സംസാരിക്കാറുണ്ടോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. എനിക്ക് അമ്മ സംസാരിക്കാറുണ്ടോ അങ്ങനെ പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ അമ്മ എനിക്ക് ഓരോ പുതിയ പുതിയ പാട്ടുകൾ എഴുതിക്കൊണ്ട് വരാനായിട്ട് എന്നെ സഹായിക്കും. ഈ 2-2.5 വർഷത്തിനുള്ളിൽ ഒരു 10-30 പാട്ടോളം എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ വലിയ പാണ്ഡിത്യത്തിൻ്റെ അറിവൊന്നുമില്ല. എൻ്റെ മനസ്സിൽ അമ്മയോടുള്ള സ്നേഹത്തിന് ഞാൻ ചില വരികളാക്കി കൊണ്ടുവന്ന്, അപ്പോൾ എനിക്ക് വരുന്ന ദിവസം എൻ്റെ കയ്യിലൊരു പാട്ടുണ്ടാവും. അങ്ങനെ. എങ്ങനെയാണ് പൗർണമിക്കാവിൽ അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ എങ്ങനെയാണ് കാണുന്നത്? അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോഴാണ്. ഈ അമ്പലത്തിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. തിരുവനന്തപുരം ജില്ലയിലാണ് താമസിച്ചിരുന്നത്, എങ്കിൽ പോലും കേട്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവിടെ വന്നത്. അങ്ങനെ വന്നു. അമ്മയെ കണ്ട ആദ്യത്തെ പ്രാവശ്യം ഒരു പൗർണമിക്കല്ല ഞാൻ വന്നത്, ഒരു 2ാം വെള്ളിയാഴ്ച അഭിഷേകത്തിൻ്റെ ദിവസമാണ് ഞാൻ വന്നത്. വന്ന് തൊഴുതപ്പം എന്തോ ഒരു പ്രത്യേകത അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല. ഞാൻ ദേവിയോട് ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, എനിക്ക് സ്നേഹം തരണേ അമ്മേ എന്ന് പറഞ്ഞു. എനിക്ക് സ്നേഹം എത്ര കിട്ടിയാലും മതിയാവാത്ത ആളാണ്, എന്നെ സ്നേഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അമ്മയുടെ സ്നേഹം എനിക്ക് ഒരുപാട് വേണം എന്ന് പറഞ്ഞ് യാചിച്ചിട്ട് പോയി. ഇനിയും എനിക്ക് വരാൻ പറ്റണേ എന്നും പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ ഇതുവരെ ഒരു അമ്പലത്തിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സ്നേഹം ചോദിക്കാനാണ് തോന്നിയത്. അങ്ങനെ സ്നേഹം ചോദിച്ചു. പിന്നെ ഇതുവരെ എനിക്കറിയില്ല അടുത്ത ദിവസം അടുത്ത നിമിഷം എന്താണെന്ന് അറിയാത്ത നമുക്ക് അടുത്ത അഭിഷേകത്തിന് വരാൻ പറ്റുമോ, പൗർണമിക്ക് വരാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നെ ഇതുവരെ ദേവി തടസ്സം വരുത്തിയിട്ടില്ല. സത്യത്തിൽ ഞാൻ ഒരു മൈക്കിൻ്റെ മുമ്പിലും പോയി പാടാനൊന്നും ആഗ്രഹിക്കില്ല. എല്ലാവരും പറയും അവിടെ ഇരുന്ന് നാമം ജപിക്കും മൈക്കിലൂടെ. ഇല്ല, എനിക്ക് ദേവിയെ കേൾപ്പിക്കണം. എൻ്റെ അറിവില്ലായ്മയും എൻ്റെ കഴിവില്ലായ്മയും നന്നായി അറിയുന്ന ദേവി മാത്രം അത് കേട്ട് അത് വിലയിരുത്തി എന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ദേവിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പാടുന്നത്. ഇതുവരെ ഞാൻ മൈക്കിൽ പോയി പാടിയിട്ടില്ല. എനിക്കെന്തോ അത് വേണ്ട എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിസമ്മതിച്ചത് പാടാൻ പറഞ്ഞപ്പോൾ. അല്ലാതെ അമ്മയോടുള്ള ഭക്തി കുറവ് കൊണ്ടൊന്നുമല്ല. ഉഷ പറഞ്ഞതുപോലെ അമ്മയോട് എന്താവശ്യപ്പെട്ടാലും തരുന്ന അമ്മയാണെങ്കിലും ഇങ്ങനെ വിചിത്രമായ അമ്മ എനിക്ക് സ്നേഹം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തർ വളരെ കുറവായിരിക്കും. ശരിക്കും പൗർണമിക്കാവിൽ അമ്മ അങ്ങനെ തന്നെയാണ്. അത് ഉഷയുടെ പാട്ടിലൂടെ നമുക്ക് അറിയാം. ഒരു കുഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ആ കുഞ്ഞ് കളിക്കുന്നത് പോലെയാണ് എനിക്ക് ഉഷയുടെ ആ പാട്ട്, ആ കീർത്തനത്തിലൂടെ എനിക്ക് മനസ്സിലായത്. പൗർണമിക്കാവിൽ അമ്മ എല്ലാ ഭാവത്തിലും ഭക്തരെ അനുഗ്രഹിക്കുമെങ്കിലും പൗർണമിക്കാവിൽ അമ്മയുടെ നിഷ്കളങ്കത മനസ്സിലാക്കണമെങ്കിൽ ആ ബാലഭദ്ര രൂപത്തിൽ തന്നെ കാണണം. അത് തെളിയിക്കുന്നത് തന്നെയാണ് ഉഷയുടെ പാട്ടിലെ വരികളും ആ ഈണവും. അത്രമാത്രം ഓമനത്വമാണ് ഈ അമ്മയ്ക്ക്.